ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ അലീനയും കൊണ്ട് ബാലേട്ടൻ കുളത്തൂപ്പുഴയിലേക്ക് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കൊല്ലപ്പള്ളിയിൽ അറിഞ്ഞു അലീന അവിടുന്ന് പോയെന്ന്. അതറിഞ്ഞ് നമ്മുടെ വൈജയന്തി അവിടുന്ന് എല്ലാം റെഡി ആകുകയാണ് കടപ്പാട്ടൂരേക്ക് വരാൻ വേണ്ടി. അപ്പോൾ അവിടുന്ന് ബബിതയെ വിളിക്കുന്നുണ്ട് വൈജ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ അവിടെ എന്തെടുക്കുമായിരുന്നു? ഞാൻ വിളിച്ചിട്ടെന്താ നീ ഫോൺ എടുക്കാത്തത്? എന്താ താമസം എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അവൾ പോയോ? അവൾ എവിടേക്കാണ് പോയത് എന്നൊക്കെ ബബിതയോട് ചോദിച്ചു. ബബിത പറഞ്ഞു, കുളത്തൂപ്പുഴയിലേക്കാണ് പോയേക്കുന്നത്. ഇനി അവളും നശിപ്പിക്കാനായിരിക്കുമല്ലോ പോയേക്കുന്നവൾ. എന്തുവായാലും അവൾ ഇനിയും തിരിച്ച് വരത്തില്ലല്ലോ. അവിടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ടോ? ഞാൻ അവിടെ വരുമ്പോഴെന്തെങ്കിലും കാണുവാണെങ്കിൽ എല്ലാം കൂടെ വാരിയിട്ട് ഞാൻ തീ എത്തിക്കും എന്നൊക്കെ ബബിതയോട് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഇനിയും ചേച്ചി വരത്തില്ല. വൈജ പറയും, അവളിവിടെ നല്ല സുഖിച്ചങ്ങ് ജീവിക്കുമായിരുന്നല്ലോ. അപ്പോൾ ബബി പറയും, ആയിരുന്നു. ഇവിടെ എത്ര അലീന ചേച്ചി സുഖിച്ച് ജീവിച്ചിട്ടുള്ളത്? അമ്മ ഇവിടെ ഉള്ളപ്പോൾ ഒരു ദിവസം പോലും സമാധാനം കൊടുത്തിട്ടില്ലല്ലോ. അമ്മ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും സമാധാനം കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ എത്ര സുഖിച്ച് ജീവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ ഏത് നരകത്തിൽ പോയി കിടന്നാലും അലീന ചേച്ചിക്ക് സന്തോഷമായിരിക്കും ഇവിടുത്തേനേക്കാൾ എന്ന് പറഞ്ഞു. അമ്മയുടെ കൂടെ നിന്നിട്ടില്ലയോ പോയത്, അതുകൊണ്ട് ഏത് നരകവും അലീന ചേച്ചിക്ക് സ്വർഗമായിരിക്കുമെന്ന് പറയും. അമ്മ ഇന്ന് വരുന്നുണ്ടെങ്കിൽ അമ്മയുടെ റൂം ഞാൻ ക്ലീൻ ചെയ്തിടാം. കമലേട്ടത്തി നമ്മുടെ വൈജയുടെ റൂമിൽ വന്നിട്ട് പറയുന്നുണ്ട്, വൈജ നീ എല്ലാം പാക്ക് ചെയ്തിട്ട് പോവാന്നോ? ഇന്ന് നീ പോകണ്ടായിരുന്നു. അന്നേരം പറയും, ഞാനിവിടെ നിൽക്കുന്നത് തന്നെ കമലേട്ടത്തിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെന്തോ ഇപ്പം ഇങ്ങോട്ട് വന്ന് പറയുന്നത്? ഞാൻ ഇവിടെ വന്നതിന് ശേഷം കമലേട്ടത്തി എത്ര ദിവസം റൂമിൽ വയ്യാന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. പിന്നെന്താ ഇപ്പോൾ ഒരു സ്നേഹം ഞാൻ പോവാന്ന് പറഞ്ഞപ്പം? നീ ഇങ്ങനെ ആക്ട് ചെയ്യുമൊന്നും വേണ്ട എന്ന് വൈജ നമ്മുടെ കമലേട്ടത്തിയോട് പറയും. അപ്പോൾ കമലേട്ടത്തി പറയും, എനിക്കിഷ്ടമല്ലായിരുന്നു നീ വന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? നീ കടപ്പാട്ടൂന്ന് പിണങ്ങിയാണ് ഇവിടെ വന്നത്. നീ അല്ല അവിടെ നിന്ന് ഇറങ്ങേണ്ടി, അലീനയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങേണ്ടത്. അതിന് പകരം നീ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നീ പിണങ്ങി വന്നതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞ് എന്നൊക്കെ കമലേട്ടത്തി പറയുന്നുണ്ട്. ഇനി അലീന അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കയറ്റരുത്. വൈജ പറയും, ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവളവിടെ കയറത്തുള്ളൂ, ഞാൻ അവളെ ആ പരിസരത്ത് കയറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ വൈജ പറയും, കമലേട്ടത്തി ഞാൻ ഇപ്പോൾ പോവല്ലേ, എനിക്കൊരു ചായ ഇട്ടുണ്ട് താ. അന്നേരം കമലേട്ടത്തി പറയും, ഗ്യാസ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഗ്യാസ് തീർന്നോന്ന് സംശയിച്ച, ഗ്യാസ് ഉണ്ടെങ്കിൽ ചായ തരാം. അപ്പം വൈജ പറയും, ഗ്യാസ് ഉണ്ടെങ്കിൽ മതി. പിന്നീട് വൈജ ഒരുങ്ങിക്കഴിഞ്ഞിട്ട് മുത്തശ്ശിയുടെ റൂമിൽ ചെല്ലുക. എന്നിട്ട് പറയും, അമ്മേ ഞാൻ പോവാ കടപ്പാട്ടൂർ. അതെന്താ ഇപ്പോൾ പോകുന്നത്? അലീന അവിടുന്ന് പോയി. അന്നേരം പറയും, അലീന പോയോ? അവൾ എവിടത്തേക്കാണ് പോയത്? അവൾ കുളത്തൂപ്പുഴയ്ക്ക് പോയെന്നാണ് ബബിത പറഞ്ഞത്. അന്നേരം അവളിനി തിരിച്ചു വരുമോയെന്നും അറിയത്തില്ല. അന്നേരം പറയാം, അവൾ അങ്ങനെ തിരിച്ചു വരുത്തൊന്നുമില്ലടി, അവൾ എന്നോടും വന്ന് യാത്ര പറഞ്ഞിട്ടാണ് പോയത്. അന്നേരം പറഞ്ഞു, അമ്മ അവൾ പോയപ്പോൾ എനിക്കൊരു പണി തന്നിട്ടാണ് അവൾ പോയത്. അവളിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞ ആഗ്രയിലെ കഥകളെല്ലാം അവൾക്ക് അറിയാമെന്ന്. ആര് പറയാനമ്മ ഇത്? അമ്മ ഇനിയും പറഞ്ഞാന്നോ 23 വർഷം മുമ്പുള്ള കഥകൾ? അന്ന് അവൾ ജനിച്ചിട്ട് പോലും ഇല്ല. ആര് പറഞ്ഞതല്ല അവളോട്? എന്തുവല്ല എൻ്റെ ആങ്ങളമാർ അവളോട് പറയത്തില്ല, പിന്നെ ആര് പറയാൻ? എങ്ങനെ അറിഞ്ഞവളത്? ബാലേന്ദ്രനോട് പറഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എടി, അവൾ നന്മയുള്ളവളായിട്ടല്ലയോ എടി നിന്നോട് മര്യാദയ്ക്ക് പെരുമാറുകയും ചെയ്തത്? അവൾ നന്മയുള്ളവളായിട്ടല്ലയോ ബാലേന്ദ്രനോട് പറയാഞ്ഞത്? നീ അത് മനസ്സിലാക്കണം. നീ ഇനി ഒന്ന് അടങ്ങി നിൽക്കണം. അവർ തമ്മിൽ ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുന്നതാണ്. അഥവാ കഥയൊക്കെ പറയാനായാലും ഇനി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീ ഒന്ന് അടങ്ങി നിൽക്കണം. അന്നേരം പറയും, അവളങ്ങ് ചത്താൽ മതിയായിരുന്നു. അന്നേരം മുത്തശ്ശിയാണെങ്കിൽ അവളെ വഴക്ക് പറയും, എടി അങ്ങനെ പറയാതെടി എന്നും പറഞ്ഞുകൊണ്ട് വഴക്ക് പറയും. ചേച്ചി പറയും, അമ്മ എന്തിനാ എന്നെ വഴക്ക് പറയുന്നത്? എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് അവളല്ലയോ? അന്നേരം പറയും, നിൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതേ അവളല്ല, നിൻ്റെ മനസ്സാണ്. അതുകൊണ്ട് നീ നിൻ്റെ മനസ്സ് നന്നാക്ക് എന്ന് പറയും. ബാലേട്ടനാണെങ്കിൽ കുളത്തൂപ്പുഴയിൽ എത്തുന്നതിന് മുമ്പേ അലീനയോട് പറയുന്നുണ്ട്, സ്റ്റാലിൻ ജോസഫ് അലീനയുടെ അച്ഛനാണെന്നും കുളത്തൂപ്പുഴയിലെ പ്ലാന്റർ അച്ഛനാണെന്നും സ്റ്റാൻലി ജോസഫിനോട് പറഞ്ഞപ്പം മകളെ ഞാൻ ഏറ്റെടുത്തോളാമെന്ന് സ്റ്റാൻലി പറഞ്ഞതൊക്കെ ബാലേട്ടൻ അലീനയോട് പറയുന്നുണ്ട്. എല്ലാ കഥകളും അറിഞ്ഞിട്ടാണ് അലീനയുടെ അച്ഛനായ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.